അത് ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് നിങ്ങൾക്ക് കഥ പറയുന്ന രീതി അൺയൂഷ്വൽ ആണ് എന്ന് തോന്നുകയും മേ ബി അത് ഒരുപാട് നിങ്ങൾ തന്നെ പ്രീകൺസീവ്ഡ് ആയിട്ടുള്ള നോഷൻസ് ആയിട്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനൊരു കണക്ട് കിട്ടാത്ത പോലെ തോന്നിയേക്കാം. സോ കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. എത്തരത്തിലുള്ള സിനിമയാണ്, എല്ലാ സിനിമകളും ആക്ച്വലി അങ്ങനെയാണ് കാണേണ്ടത്. കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. എത്തരത്തിലുള്ള സിനിമയാണെന്നൊന്നും സ്വയം ഒരു അസംഷൻ സൃഷ്ടിക്കാതെ നിങ്ങൾ വന്ന് കണ്ടാൽ ഒരു രസമുള്ള പരിപാടിയായിരിക്കും തോന്നുന്നു. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ നോബഡിയിൽ കാണാൻ പറ്റുന്നു. പക്ഷെ രാജുവേട്ടൻ മാത്രം സമ്മതിക്കുന്നില്ല. ബാക്കിയുള്ള ക്രൂസ് എല്ലാം ഇതുവരെ കാണാത്ത രാജുവേട്ടനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും ഇതുവരെ കാണാത്ത ഒരു ഫ്രഷ് ലുക്ക് ഉണ്ട്. ഇവൻ ഇപ്പൊ കോസ്റ്റ്യൂമിലാണെങ്കിൽ പോലും ഇതുവരെ കഴിഞ്ഞ ഇടയ്ക്കൊന്നും കാണാത്ത രാജുവേട്ടൻ്റെ ഒരു ലുക്കാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു ഫ്രഷ് ലുക്ക്, ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഒരു കൺസെപ്റ്റ് നമുക്ക് തയ്യാറാണോ ചെയ്യുന്നത്? ഇതിൽ രാജീവിന്റെ ലുക്കിന്റെ ഏറ്റവും വലിയ ബ്രീഫ് എന്ന് പറഞ്ഞാൽ രാജീവിന്റെ ഒരു ലുക്കും നിങ്ങൾ ഓർമ്മയിൽ നിൽക്കരുത് എന്നുള്ളതാണ്. ബിക്കോസ് ഈസ് എ നോബഡി. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയിൽ എൻ്റെ ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം, എൻ്റെ ഏതെങ്കിലും ഒരു ലുക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ ആ ഇമേജറി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റിയൊരു ഫെയിലിയറാണ്. നിസാം ഈ കഥാപാത്രത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്, സമീർ ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഇയാളുടെ ഒന്നും തന്നെ ആരുടെയും ഓർമ്മയിൽ നിൽക്കാത്ത രീതിയിൽ വേണം ഇയാൾ. കാരണം ഞാൻ ഇന്ന് രാവിലെ മറ്റൊരു പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ രാജീവിനും മീരയും ആർ ക്വിൻറ്റസെൻഷ്യലി നോബഡീസ്. ഒരു പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ 10 കൊല്ലമായിട്ട് നിങ്ങളുടെ അയൽക്കാരായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ അവരെ ഒരു പക്ഷേ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. നമുക്കിടയിൽ തന്നെ ഒരുപാട് രാജീവന്മാരും മീരകളും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അത്രയും ഒരു ഫോർ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ് സമൂഹത്തിൽ എടുത്തു പറയത്തക്ക ഒരു ഐഡന്റിറ്റിയോ ഒന്നുമില്ലാത്ത ഒരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അസാധാരണമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലുക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ യൂഷ്വലി ഒരു ലുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ക്യാരക്ടർ അതിന്റെ ലുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിന്റെ ലുക്ക് ഒരു കണക്ട് ഉണ്ടാകണം, ലുക്കിന് പെട്ടെന്ന് റിക്കോൾ വാല്യൂ ഉണ്ടാകണം. അങ്ങനെ ഒരു തരത്തിലുള്ള റിക്കോൾ വാല്യൂ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ലുക്കിന് വേണ്ടിയാണ് ഈ സിനിമയിൽ ട്രൈ ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഖലീഫയുടെ ഓരോരോ ലുക്കുകൾ ഇങ്ങനെ ആളുകൾ സ്പോട്ട് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഈ 20കളിൽ ഒരു 40കാരുടെയും ഒരു മിഡ് 30s ഒക്കെ മെച്യൂരിറ്റി സ്ക്രീനിൽ തോന്നുന്ന പൃഥ്വിരാജിന് ഇപ്പൊ ഫോട്ടോക്ക് എത്തുമ്പോൾ 20s ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള കമന്റ്സ് എപ്പോഴും വരുന്നുണ്ട്. സോ അത് ശരിക്കും എങ്ങനെയാണ് അതിന് അത് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ ശരിക്കും? ഞാൻ ഓരോ സിനിമയുടെയും ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിന്റെ ലുക്ക് ആയിരിക്കുമല്ലോ എനിക്ക് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷൂട്ടിംഗ് വേളകൾക്കപ്പുറവും. അപ്പൊ ഇപ്പോ ആമിർ അലിയുടെ ലുക്കാണ്. അപ്പൊ അതിപ്പോ ഈ ആമിർ അലി ഭയങ്കര സുന്ദരനായിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ബ്രീഫ് ആ തിരക്കഥയിലും ആ സംവിധായകന്റെ ബ്രീഫിലും ഉള്ളതുകൊണ്ട് ഞാൻ നടന്നു പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് സ്ലോ മോഷനിൽ എന്റെ പാട്ടൊക്കെ ഇട്ട് ഉണ്ടാക്കും. നോബഡി സമയത്ത് ഞാൻ എന്റെ ക്യാരവറിന്റെ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നടന്നു പോകുന്ന വീഡിയോ കണ്ടാലും ഞാൻ എന്താ വയ്യേ എനിക്ക് ആൾക്കാർ ചോദിക്കുക. കാരണം ആ ലുക്ക് അങ്ങനെ ആയിപ്പോയി. നിസാം അതിനുവേണ്ടി നിസാം അതിനെ കൺസീവ് ചെയ്തത് രാജീവൻ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ ടയേർഡായ ഒരു മനുഷ്യനായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോബഡി സമയത്ത് ഞാൻ സ്ലോ മോഷൻ നടക്കുന്ന വീഡിയോ നിങ്ങൾ കാണാത്തത്. അപ്പൊ അത് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ എന്താണോ എന്റെ ലുക്ക് ആ സമയത്ത് ഷൂട്ടിംഗ് അല്ലാത്ത വേളകളിലും അങ്ങനെയായിരിക്കും. സോ ഐ വിൽ ലുക്ക് ലൈക്ക് മൈ ക്യാരക്ടേഴ്സ്. അല്ലാതെ ഇപ്പോ 40, 20, 40, 60, 30 കണക്ക് എനിക്കറിയില്ല. പക്ഷെ ആക്ച്വലി നിങ്ങളെ കാണാൻ ഭയങ്കര നിങ്ങളുടെ പ്രായത്തിനേക്കാൾ ചെറുപ്പമാണ് എന്നുള്ളത് ഒരു കോംപ്ലിമെന്റ് ഒക്കെ ആണെങ്കിലും ഐ എം നോട്ട് ട്രൈങ് ടു ലുക്ക് യങ്. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ലുക്ക് ഗുഡ് ഫോർ എ 43-year-old. സാറേ സാറേ ഈ ക്യാരക്ടറിന് വേണ്ടി ബോഡി വെയിറ്റ് കുറയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ഇതിന് അങ്ങനത്തെ ബ്രീഫൊന്നും അല്ല. രാജീവിന് അങ്ങനത്തെ ശരീരം എല്ലാ കഥാപാത്രങ്ങൾക്കും അത്തരത്തിലൊരു ബ്രീഫൊന്നും ഇല്ല. എല്ലാ സിനിമകൾക്കും എല്ലാ കഥാപാത്രങ്ങൾക്കും ഈ ശരീരം ഇങ്ങനെ ആക്കൂ, ശരീരം ഇങ്ങനെ ആക്കണ്ട, അങ്ങനെ ബ്രീഫൊന്നും ഇല്ല. ഒരു ഫിസിക്കാലിറ്റിക്ക് ഒരു ബ്രീഫൊക്കെ കിട്ടുന്നത് ചില കഥാപാത്രങ്ങൾക്ക് മാത്രമാണ്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം ബി ആസ് അൺറിമാർക്കബിൾ ആസ് പോസിബിൾ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾ എടുത്തു പറയത്തക്ക ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് രാജീവ്. ഇൻ ടേംസ് ഓഫ് അയാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അയാളെ നിങ്ങൾ ഒരു പക്ഷേ
റിയൽ വേൾഡിൽ രാജീവിനെ കണ്ടാൽ യു ഷുഡ് ബി ഈവൻ ഗിവിങ് എ സെക്കൻഡ് ലുക്ക്. അത്തരത്തിലുള്ള ഒരു കൃഷിയാണ്. അല്ലാതെ ഇങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടി തടി കുറയ്ക്കും അല്ല അങ്ങനത്തെ ബ്രീഫൊന്നും നിസാമോ സമീറോ എനിക്ക് തന്നിട്ടില്ല. രാജുവേട്ടാ, ഹലോ രാജുവേട്ടാ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇന്റർവ്യൂവിൽ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ലൈഫിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പം താങ്കൾ അതെല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞ സംഭവം ഇലുമിനാറ്റി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. അത് താങ്കൾ ലൈഫിൽ കാത്തു സൂക്ഷിച്ച് കുറേ ഡിസിപ്ലിൻസും കാര്യങ്ങളും കൂടെ തന്നെയാണത്. അപ്പം താങ്കൾ എന്താണ് ആ ഡിസിപ്ലിൻസ് എന്തൊക്കെയാണെന്ന് പറയാമോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ എനിക്കത് അതിൻ്റെ ഉത്തരം എന്താണെന്ന് അറിയില്ല. ഞാൻ പിന്നെ 10 വർഷം മുമ്പത്തെ ആ ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് മടുക്കുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഉത്തരം പറഞ്ഞ് എനിക്ക് മടുത്തു തുടങ്ങി. ഇലുമിനാറ്റി 10 വർഷം മുമ്പ് അബദ്ധത്തിനൊരു ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ളതാണ്. ഈ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ കൃത്യമായിട്ടൊരു ഉത്തരവില്ല. അതിന് ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയതെന്ന് പറയാൻ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയെ. എനിക്ക് സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഇന്നും ഏറ്റവും എനിക്ക് സന്തോഷം തരുന്നത് ഫിലിം ഉണ്ടാക്കുക, ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സന്തോഷം ഉള്ളിടത്തോളം കാലം എനിക്ക് അത് സംതിങ് ഐ വോണ്ട് കീപ് ഗോയിങ് ബാക്ക് ടു ഇങ്ങനെയൊക്കെ പോകുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ആഗ്രഹങ്ങൾക്ക് ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. യു കെൻ ഡ്രീം ആസ് ബിഗ് ആസ് യു വാണ്ട്. ഇപ്പം ഞാൻ ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ള ആളാണ്. ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുന്നതാണ്. ആൻഡ് ഐ വിൽ ട്രൈ ഓൾസോ. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. എല്ലാ സ്വപ്നങ്ങളും നടന്നൊന്നുമില്ല. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. എല്ലാ സ്വപ്നങ്ങളും നടക്കാത്തത് ഇസ് ഓക്കെ. പക്ഷെ അതിനുവേണ്ടി ട്രൈ ചെയ്യാത്തത് ഐ എം നോട്ട് ഓക്കെ. അത്രേ ഉള്ളൂ. ഒരുപാട് എന്താ പറയുക, എന്റെ ക്യാരക്ടറിന്റെ ഫിസിക്കിന്റെ പോലെ എന്നൊരു ബീങ് സംബടിയാണ്. ബീങ് നോബഡി എന്ന് പറയുന്നതിൽ എത്രത്തോളം ടഫുണ്ട്. ഒരു സാധാരണക്കാരൻ ഒരു മിഡിൽ ക്ലാസ് ആവറേജ് ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഇപ്പം ഡാർവിന്റെ പരിണാമത്തിനകത്ത് ഒരു മിഡിൽ ക്ലാസ് ആവറേജ് മാന്റെ സ്ട്രഗിൾസും പിന്നീട് അവൻ പ്രതികരിക്കുമ്പോൾ ഉള്ള ഇതിലും ഉണ്ട്. ഇപ്പം റോബിൻഹുഡ് നോക്കുകയാണെങ്കിൽ ഒരു അതിലെ ഒരു നായകൻ എങ്ങനെ ഇതിലേക്ക് വരുന്നു എന്നുള്ളതുണ്ട്. സപ്തമി സ്ത്രീ ആ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. ഒരു സാധാരണക്കാര് തന്നെ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നൊരു ഇതാണ്. അപ്പം ഈ നോബഡിയിൽ എങ്ങനെയാണ് രാജീവ്? ഞാൻ നേരത്തെ പറഞ്ഞാണ്, എന്നെ ഏതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ദ ഡിസ്റ്റൻസ് ടു എ സംബഡി ആൻഡ് ദ ഡിസ്റ്റൻസ് ടു എ നോബഡി ഇസ് യൂഷ്വലി ദ സെയിം. കാരണം രാജീവിനിൽ നിന്നും ഇപ്പോൾ അടുത്ത ഞാൻ ഷൂട്ട് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് ആമിർ അലിയിൽ നിന്നും ഒരേ ദൂരമാണ് എനിക്കുള്ളത്. ഞാൻ രാജീവനുമല്ല, ഞാൻ ആമിർ അലിയുമല്ല. അപ്പൊ ഈ രണ്ട് കഥാപാത്രങ്ങളും ഒരേ ദൂരത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അവരിലേക്ക് എത്താനുള്ള പ്രോസസ്സ് രണ്ടും ഡിഫറെന്റ് ആണ്. അത് രണ്ടും ഡിഫറെന്റ് ആണെന്നുള്ളതാണ് ആസ് എൻ ആക്ടർ ഇതിൽ എന്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ രാജീവൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു തിരക്കഥാകൃത്ത് ആ ക്യാരക്ടറിനെ എഴുതി, ഒരു സംവിധായകൻ ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തു. അവർക്ക് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണ് നമ്മളത്. അപ്പൊ ഞാൻ അവർ പറയുന്നതിൽ നിന്നും അവരെഴുതിയ തിരക്കഥ വായിച്ചതിൽ നിന്നും ഞാൻ ഇമാജിൻ ചെയ്യുന്നൊരു രാജീവനുണ്ട്. ആ രാജീവനെയാണ് ഞാൻ പെർഫോം ചെയ്യുക. അപ്പൊ ചില സമയങ്ങളിൽ നിസാം പറയും അല്ല ഇതല്ല ഇങ്ങനല്ല, എനിക്ക് വേണ്ടത് ഇങ്ങനെയാണ്. ചില സമയങ്ങളിൽ ഞാൻ നിസാമിനോട് പറയും നിസാം എനിക്ക് ഇത് വർക്കാവുന്നില്ല, അപ്പം ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി അത് ചിന്തിച്ചത്, ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചോദിക്കും. ആ ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സിന്റെ എൻഡിൽ സ്ക്രീനിൽ വരുന്ന കഥാപാത്രമാണ് രാജീവനും. ഇതുപോലൊരു കൊളാബറേറ്റീവ് പ്രോസസ്സിന്റെ സ്ക്രീനിൽ വരുന്ന കഥാപാത്രമാണ് നജീബും അല്ലെങ്കിൽ ഖലീഫയിലെ ആമിർ അലിയും വാരണാസിയിലേക്ക് മുംബൈയും ഒക്കെ തന്നെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് എ സെയിം ഫോർ മീ. ബീങ് സംബഡി, ബീങ് നോബഡി, ഇറ്റ്സ് ഓൾ ദ സെയിം. ആക്ടറെ സംബന്ധിച്ചിടത്തോളം രണ്ട് കഥാപാത്രങ്ങൾ എന്നുള്ളത് തന്നെയാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു കഥാപാത്രം ഇപ്പോൾ ക്യാരക്ടർ അപ്രീസിയേഷൻ കിട്ടാൻ പോകുന്ന ചെറിയൊരു പ്രോസസ്സാണ്. പ്രേക്ഷകൻ അത്രയും ജഡ്ജഡ് ആയിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഓവറായിട്ട് ആ കഥാപാത്രം അത്രത്തോളം ഡീപ്പായിട്ട് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അത് പ്രോസസ്സ് ശരിയല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആളുകൾ ജഡ്ജ് ചെയ്ത് ക്യാരക്ടേഴ്സ് എന്താ പറയുക ഓവർ ജഡ്ജിങ് ആയിട്ട് ചെയ്യുന്ന ഒരു പീരീഡാണ് ഇപ്പോൾ. അപ്പം ഉള്ളൊഴുക്കിലെ കഥാപാത്രം കേൾക്കുന്ന ആളുകൾ അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. അപ്പം ഈ സിനിമയിലെ വീരന്റെ കഥാപാത്രം എത്രത്തോളം പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ പറ്റും? ഐ ഹോപ്പ് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഉള്ളൊഴുക്കിലെ അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലെ തന്നെ ഞാൻ ഒരുപാട് മീരയിൽ മീറ്റ് ചെയ്തിട്ടില്ല. ഐ ഹാവ് നോട്ട് മെറ്റ്
somebody who has gone through a life circumstance. അതുകൊണ്ട് ഞാൻ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു സമീറും നിസാമുമായിട്ടുള്ള ഡിസ്കഷൻസ്. ഓൾസോ if people are judging or ഒരുപാട് ഇപ്പം സിനിമയെ പറ്റിയിട്ടും ആക്ടിങ്ങിനെ പറ്റിയിട്ടും ഈ ക്രാഫ്റ്റിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കൂടുതൽ അന്ന് രാത്രിയിൽ സംഭവിച്ച മറ്റെന്തോ കാരണങ്ങളാൽ സംഭവിച്ചൊരു ഇതായിരിക്കും. പക്ഷെ നമുക്കും അയാൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിനും അയാളെ കുറിച്ച് ഇപ്പോൾ ഐഡന്റിറ്റി കള്ളനെ തലക്കടിച്ചു കൊന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് സർക്കംസ്റ്റാൻസ് അയാൾക്ക് കൊടുക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. അതുപോലൊരു സീരീസ് ഓഫ് സർക്കംസ്റ്റാൻസസിലൂടെ താൻ ആഗ്രഹിക്കാത്ത, താനായി കൺസ്ട്രക്ട് ചെയ്യാത്ത ഒരു ഐഡന്റിറ്റി ഉണ്ടായി പോകുന്ന ഒരാളാണ് ഈ സിനിമയുടെ നരേറ്റീവിനുള്ളിൽ രാജീവൻ എന്ന് പറയുന്ന ഈ നോബഡി. അതാണ് ഇതിലെ കഥാപാത്രം. അല്ലാതെ ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റുന്ന ഒരാളല്ല. രാജുവേട്ടാ, ഹലോ, രാജുവേട്ടാ, വാരണാസിയെ പറ്റി 22 ചോദ്യം ചോദിച്ചു. വാരണാസിയെ പറ്റി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് തരാമോ? ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കുംഭയെ പറ്റി എന്താണ് ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കാനുള്ളത്? എനിക്ക് അറിഞ്ഞുള്ള സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് കുറച്ചുകൂടെ ഷൂട്ടിംഗ് ആണ്. ഞാൻ ഇപ്പോൾ ഇത് അടുത്ത ജോയിൻ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഷൂട്ടിങ്ങിനാണ്. നന്നാവായിരിക്കും. നിങ്ങൾ ആ സിനിമയ്ക്കും നമ്മളിത് ചെയ്യില്ലേ? നിങ്ങൾ ഇതുപോലെ വരില്ലേ? നമ്മൾ എന്തായാലും ഒരു പ്രസ് മീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ എല്ലാം പറഞ്ഞാൽ ഇപ്പൊ എന്ത് പറയും? ഇതിന് പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നു. എന്നാ ഹാരിസ് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു? ഹാരിസ് പറയും ഇവിടെ ഇല്ല, സോറി, പ്രീ പ്രൊഡക്ഷൻ നടക്കണം. അപ്പൊ രാവിലെ ടീമും പ്രീ പ്രൊഡക്ഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിബഡി.